പെരുന്നാളുടെ തലേ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ. എൻ്റെ മടി കൊണ്ട് മാത്രമാണ് ഇത്രയും ലേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എക്സാം ഉണ്ടായിരുന്നതുകൊണ്ട് കോഴിക്കോട് ഒരു ഹോസ്റ്റലിൽ വന്നതായിരുന്നു. ഇന്ന് ലാസ്റ്റ് എക്സാം ആണ്. അതോടെ കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. പിറ്റേന്ന് പെരുന്നാളും ആണല്ലോ. അതിൻ്റെ ഒരു ഇതിലാണ് ഷോളൊക്കെ ചുറ്റി വലിയ ആളായി പോയതാണ്. പക്ഷെ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അത്രയും ചൂടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വിയർപ്പിൻ്റെ സുഖമുള്ളതാണല്ലോ. തിരിച്ച് ഹോസ്റ്റലിൽ വന്നിട്ടാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഉച്ചയ്ക്കുള്ള ബസ്സിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ, അതുകൊണ്ട് മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. എന്നാലും പെട്ടെന്ന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ബാഗിന് അധികം വെയിറ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം KSRTC ബസ് സ്റ്റാൻഡ് വരെ ബസ്സിന് പോയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചേ. പക്ഷെ നടക്കുന്ന കേസല്ല, നല്ല വെയിലും ഉണ്ടായിരുന്നു, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. സോ ഒരു ഓട്ടോയിലാണ് കേട്ടോ സ്റ്റാൻഡ് വരെ പോയത്. സത്യം പറഞ്ഞാൽ ബസ് എപ്പോഴാണെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ നിലമ്പൂർ ബസ് എപ്പോഴും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് പോയത്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി, ടിക്കറ്റ് എടുത്തു. പിന്നെ ചന്തക്കുന്ന് എത്താനുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം പെരുന്നാളായതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിലും റോട്ടിലും ഒക്കെ. ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു ചിക്കൻ റോളും പൊരിച്ച വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് വിശന്ന കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷെ വിശപ്പൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ ഇത്രേൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാട്ടൊക്കെ കേട്ടിരുന്നു. എനിക്ക് ഒട്ടും വയ്യാണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിലമ്പൂർ എത്തിയപ്പോഴാണ് ജീവൻ വെച്ചത്. പ്രത്യേകിച്ച് ഈ കനോലി പ്ലോട്ടിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേക ഒരു സന്തോഷമാണ്. ഈ നിലമ്പൂർക്കൊക്കെ എല്ലാവർക്കും ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തിയ ഒരു ഫീലിംഗാണ്. ചന്തക്കുന്ന് സ്റ്റാൻഡിലെത്തിയപ്പോഴേ ഇപ്പച്ചിയും പോളൂസും ചെക്കനൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നേരെ വീട്ടിലെത്താന്ന് വിചാരിച്ചിട്ടാണ് കയറിയിരുന്നത്. അപ്പോഴാണ് അറിയുന്നത് ജാംജൂമിൽ എന്തോ സാധനം വാങ്ങാനുണ്ടെന്ന്. ഉള്ള സമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇറങ്ങാനുള്ള സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് ഇപ്പച്ചി ഇറങ്ങിയിട്ട് സാധനം വാങ്ങി വരാമെന്ന് വിചാരിച്ചു. അതും നടന്നില്ല. നല്ല തിരക്കായിരുന്നു. പാർക്കിങ്ങിന് പോലും സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു വീതാണ് പാർക്ക് ചെയ്തിട്ട് ഇപ്പച്ചി പോയത്. ഞാനും ചെക്കനും വണ്ടിയിൽ തന്നെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ആൾ ഭയങ്കര ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ. എന്നാണ് ശരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് കയറി ചെയ്യാൻ പറ്റുക. ആകപ്പാടുള്ള ഞങ്ങളല്ലേ. വെയിറ്റിംഗിലായിരുന്നപ്പോഴേ ഞാൻ മെസ്സിനെ വിളിച്ചിട്ട് മോരുവെള്ളം ഉണ്ടാക്കിയേക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അത്രയും ട്രാവൽ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ ഇത് കുടിക്കുമ്പോണ്ടല്ലോ ഒരു സുഖമാണ്. അതോടെ കുടിച്ചപ്പോൾ പിന്നെ തീരെയും വിശപ്പില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഫ്രഷ് ആയിട്ടാണ് ഡിന്നർ കഴിച്ചത്. അപ്പോഴേക്കും വീട്ടിലെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പല്ലായിരുന്നു, അതുകൊണ്ട് കടിയായിരുന്നു കേട്ടോ. അപ്പം തേങ്ങാ ചട്നിയും ചിക്കനും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ മലപ്പുറത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം പിന്നെ ക്യാറ്റ് ജ്യൂസും ഉണ്ടായിരുന്നു, അതും കുടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പെരുന്നാളിന് തറവാട്ട് കൊണ്ടുപോകാനുള്ള കേക്കിൻ്റെ പ്രിപ്പറേഷനായിരുന്നു കേട്ടോ. ഇമാതിരി സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ കിട്ടിയാലും ഉമ്മച്ചിക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ അടുത്തത് പോളൂസിന് മെഹന്തി ഇട്ട് കൊടുക്കണമെന്ന്. സത്യം പറഞ്ഞാൽ കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. നടു നിവർത്തി ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പാവല്ലേന്ന് വിചാരിച്ച ഒരുവിധം എന്തൊക്കെയോ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് കിടന്നു കേട്ടോ. ഒന്നും ശരിയായിട്ടില്ല. പിന്നെ ഓളൊരു സമാധാനത്തിൽ ഇട്ട് കൊടുത്തതാണ്. അപ്പം അത്രയുള്ളൂ. ബൈ.